ഓരോ ബാഴ്സലോണ ആരാധകരും ഏറെ സന്തോഷം നിറഞ്ഞ ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കാരണം നമുക്കെല്ലാം അറിയാവുന്നതാണ്. കഴിഞ്ഞ കുറെ സീസണുകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറെ നിരാശാജനകമായ പ്രകടനമായിരുന്നു ബാഴ്സലോണയുടെ ഭാഗത്തു നിന്നുണ്ടായത്. യൂറോപ്യൻ ഫുട്ബോളിന്റെ വേദികളിൽ പലതിലും ബാഴ്സലോണ എന്ന പേര് അപ്രത്യക്ഷമായി തുടങ്ങി. പരാജയങ്ങളിൽ നിന്നും പരാജയങ്ങളിലേക്ക് അവർ വീണുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ ഇതിനൊരു മാറ്റം ഉണ്ടാവുമോ എന്ന് ആരാധകർ പോലും മനസ്സിൽ ചോദിച്ചു കാണണം. പക്ഷെ ഇന്ന് കാര്യങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. ബാഴ്സലോണ യൂറോപ്യൻ ഫുട്ബോളിനെ അടക്കി ഭരിക്കുന്നു. ലാലിഗയുടെ യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫേവറേറ്റുകൾ ആര്? ഉത്തരം ബാഴ്സലോണയെന്ന് പലർക്കും നിസ്സംശയം പറയാൻ സാധിക്കും. അങ്ങനെയിരിക്കെ ഈ സീസണിൽ മറ്റൊരു കിരീടം കൂടെ ബാഴ്സലോണ സ്വപ്നം കാണുകയാണ്. കോപ്പ ഡെൽ റേയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ റയൽ മാഡ്രിഡ് റയൽ സോസിഡാഡിനെ പരാജയപ്പെടുത്തി ഫൈനലിലെത്തി. ഇനിയുള്ളത് ബാഴ്സലോണയോ അത്ലറ്റിക്കോ എന്നാണ് അറിയേണ്ടത്. ഫൈനലിൽ റയൽ മാഡ്രിഡിനെ ആര് നേരിടും? സെമി ഫൈനലിന്റെ രണ്ടാം പാദ മത്സരത്തിൽ ബാഴ്സലോണയും അത്ലറ്റിക്കോയും മുഖാമുഖം വരികയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1 മണിക്കാണ് ഈ മത്സരം നടക്കുന്നത്. ഈ മത്സരത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലുള്ള ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബാഴ്സയും അത്ലറ്റിക്കോയും തമ്മിൽ നടന്ന ആദ്യപാദ മത്സരം ആരാധകരെ തീർത്തും ത്രസിപ്പിച്ച ഒരു പോരാട്ടമായിരുന്നു. 4-4 സമനില. അതുകൊണ്ട് തന്നെ രണ്ടാം പാദത്തിലും ഒരു തകർപ്പൻ പോരാട്ടം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. അത്ലറ്റിക്കോയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ മത്സരം നടക്കുന്നത്. അതിന്റെ ഒരു ആനുകൂല്യം അവർക്കുണ്ടാവുകയും ചെയ്യും. ഈ സീസണിൽ 3 തവണയാണ് അത്ലറ്റിക്കോയും ബാഴ്സലോണയും മുഖാമുഖം വന്നത്. ഇതിൽ ആദ്യ മത്സരം അത്ലറ്റിക്കോ വിജയിച്ചപ്പോൾ രണ്ടാം മത്സരം കോപ്പ ഡെൽ റേയുടെ ആദ്യപാദ മത്സരം സമനിലയായി. മൂന്നാമത്തെ ലാലിഗ മത്സരത്തിൽ ബാഴ്സലോണ വിജയിക്കുകയും ചെയ്തു. ആ കണക്കുകൾ നോക്കുമ്പോഴും രണ്ടു ഭാഗത്തിനും തുല്യ കരുത്താണുള്ളത്. പക്ഷേ സമീപകാല പ്രകടനങ്ങൾ പരിശോധിക്കുമ്പോൾ ബാഴ്സലോണയ്ക്ക് വ്യക്തമായ മുൻതൂക്കം നൽകാൻ സാധിക്കും. കാരണം കഴിഞ്ഞ 20 മത്സരങ്ങളായി ബാഴ്സലോണ തോൽവി എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ഇനി ഈ മത്സരത്തിൽ ബാഴ്സലോണ വിജയിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു റയൽ മാഡ്രിഡ് ബാഴ്സലോണ എൽ ക്ലാസിക്കോയ്ക്ക് കളമൊരുങ്ങും. അതുതന്നെയാണ് ഫുട്ബോൾ ആരാധകരിൽ പലരും ആഗ്രഹിക്കുന്നതും. ഈ സീസണിൽ കഴിഞ്ഞ സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ ബാഴ്സലോണയും റയലും മുഖാമുഖം വന്നിരുന്നു. അന്ന് 5-2 തകർപ്പൻ വിജയമാണ് ബാഴ്സലോണ സ്വന്തമാക്കിയത്. അതുകൊണ്ട് തന്നെ അതിന് പ്രതികാരം വീട്ടാമെന്ന ആഗ്രഹത്തിൽ റയൽ മാഡ്രിഡ് ആരാധകർ ഒരിക്കൽ കൂടെ റയലിനെ പരാജയപ്പെടുത്താമെന്ന പ്രതീക്ഷയിൽ ബാഴ്സലോണ ആരാധകരും കാത്തിരിക്കുകയാണ്. അങ്ങനെ നടക്കണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ബാഴ്സലോണ വിജയിക്കണം. എതിരാളികൾ അത്ലറ്റിക്കോ ആയതുകൊണ്ട് തന്നെ ഒരു തകർപ്പൻ പോരാട്ടം നടക്കുകയും ചെയ്യും. എന്ത് നടക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇങ്ങനെ ഒരു വലിയ പോരാട്ടം നടക്കുമ്പോൾ ആ മത്സരം എങ്ങനെ കാണാമെന്നതും ആരാധകർക്കുണ്ടാകുന്ന പ്രധാന സംശയമാണ്. ബാഴ്സലോണയും അത്ലറ്റിക്കോയും തമ്മിലുള്ള ഈ മത്സരം ഇന്ത്യയിൽ ടെലിവിഷനിൽ ഒരു ചാനലിലും തത്സമയം സംപ്രേഷണം ചെയ്യുന്നില്ല. ഈ മത്സരം ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നത് ഫാൻഗോഡ് ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ മത്സരം ലൈവായി കാണാൻ സാധിക്കും. ഈ മത്സരം കാണാനുള്ള മറ്റു മാർഗങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിട്ടുള്ള നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യൂ. എന്നിരുന്നാലും ഒരു കിടിലൻ പോരാട്ടം കാണാമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. വീണ്ടും ഒരു റയൽ ബാഴ്സ പോരിന് കളമൊരുങ്ങുമോ? കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.